വടക്കേ മലബാറിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട തെയ്യങ്കാവുകളിൽ ഒന്നാണ് മുണ്ടയാംപറമ്പ്. മുണ്ടയാംപറമ്പ് തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 ഉത്സവങ്ങൾക്കാണ് തെയ്യം കെട്ടിയാടുന്നത്. മേടത്തിറയ്ക്കും ധനുത്തിറയ്ക്കും. ക്ഷേത്രത്തിൽ 9 തെയ്യങ്ങളാണ് കെട്ടിയാടുന്നത്. ശിവവിഷ്ണു സങ്കല്പത്തിലുള്ള അറവിലാൻ, പെരുമ്പേച്ചൻ തെയ്യങ്ങളും സപ്തമാതൃസങ്കല്പത്തിൽ 7 ഭഗവതി തെയ്യങ്ങളുമാണുള്ളത്. വലിയ തമ്പുരാട്ടി, ചെറിയ തമ്പുരാട്ടി, ഓലയമൂത്താച്ചിയും 2 മക്കളും, രാപ്പോതിയോറും മക്കളും എന്നിങ്ങനെയുള്ള പേരിലാണ് ഭഗവതി തെയ്യങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മേടത്തിറ ഉത്സവം. എല്ലാ വർഷവും മേടം 13, 14, 15 തീയതികളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും പരമ്പരാഗത തെയ്യങ്ങളും കുണ്ടുംകരയൂട്ട് എന്ന പ്രധാന ആചാരവും ഈ ഉത്സവത്തിൻ്റെ സവിശേഷതയാണ്. 2026 ഏപ്രിൽ 27, 28, 29 തീയതികളിലാണ് ഈ ഉത്സവം. ആറളം എടവന കലശ സ്ഥാനത്തു നിന്നും ഭഗവതിയുടെ വാൾ എഴുന്നള്ളിക്കുന്നതോടെ ഈ ഉത്സവം ആരംഭിക്കുന്നത്. 27-ാം തീയതിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അറക്കാനുള്ള കോഴികളാണ് ഇത്. അതിൻ്റെ വിൽപ്പനയൊക്കെ ഉണ്ട് ഇവിടെ. കോഴിവെട്ട് ഉത്സവമായതുകൊണ്ട് കോഴി വിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് കോഴികളും ഇവിടെയുണ്ട്. കോഴിയെ അറക്കുന്ന കാവിനടുത്ത് തന്നെയാണ് ഇവരെല്ലാവരും കോഴി വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത്. അതർവിൻ്റെ വാശി തുടങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം വണ്ടി കണ്ടപാടെ ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഇവിടുന്ന് കയറണം. ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ്. നാളെയാണ് നല്ല തിരക്കുള്ള ദിവസം. ഇതാണ് താഴേക്കാവ്. ഇവിടെയാണ് കോഴിയെ അറക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. മേടത്തിറ മഹോത്സവത്തെ ഭഗവതിയുടെ ഓമന കല്യാണം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ദേവാസുര യുദ്ധസങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് മേടത്തിറ ഉത്സവം എന്നാണ് വിശ്വാസം. കുണ്ടുംകരയൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തൻ്റെ കൂടെയുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു എന്നാണ് കുണ്ടുംകരയൂട്ടിൻ്റെ സങ്കല്പം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുണ്ടയാംപറമ്പ് മേടത്തിറ വടക്കേ മലബാറിലെമ്പാടും പ്രശസ്തമാണ്. പ്രകൃതി അറിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ് മുണ്ടയാംപറമ്പ്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദേവിയാണ് അമ്മ. ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അത്രക്കും ശക്തിയുള്ള ദേവിയാണ് അമ്മ. കേട്ടുകേൾവി മാത്രമല്ല, അനുഭവസ്ഥരും ഉണ്ട്. എല്ലാവരും പറയുന്നതുമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്നും അമ്മ കൂടെയുണ്ടെന്ന്. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ചൈതന്യത്തെ ഉൾക്കൊള്ളാനും ഉപാസിക്കാനും ഒരു കാലത്ത് ജനങ്ങൾക്ക് ഭയമായിരുന്നു അത്രേ. കാളി സങ്കല്പമായിരുന്നതിനാൽ സ്ത്രീകളും കുട്ടികളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല.
അതിനുശേഷം താന്ത്രിക പ്രതിഷ്ഠയിലൂടെ ഭഗവതിയെ മാതൃഭാവത്തിലാക്കി കുടിയിരുത്തി. ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുന്നേ അമ്പലക്കുളത്തിൽ പോയി കാലു കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ. ഇതുവഴിയാണ് ക്ഷേത്രക്കുളത്തിലേക്ക് പോകേണ്ടത്. ഇവിടെ പുതിയ ഊട്ടുപുരയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. 2 നിലയായിട്ടാണ് ഊട്ടുപുര ഇപ്പം പണിതിട്ട് കാണുന്നത്. മേലത്തെ നില വാർത്തില്ല. കുളിക്കാൻ തുടങ്ങി. ആ ഓല കൊണ്ട് കെട്ടിയിടത്താണ് നാളെ നമ്മുടെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് കുണ്ടുങ്കരയൂട്ട് നടക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയം. മക്കളൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് നമുക്കിനി കയറി തൊഴുതിട്ട് വരാം. ഇന്ന് ക്ഷേത്രത്തിൽ തിരക്ക് കുറവുണ്ട്. നാളത്തെ തിരക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രക്കും തിരക്കായിരിക്കും. തൊഴുത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുവാണ്. നാളത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം. രാവിലെ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപാടുള്ള കാഴ്ചയാണിത്. കുറേ കോഴിക്കാറുണ്ട് നമ്മുടെ മുന്നിലുള്ള റബ്ബർ തോട്ടത്തിൽ. നേർച്ചക്കോഴി അറുത്തിട്ട് അവരെല്ലാവരും കറി വയ്ക്കുവാണ്. ഇനി അതവർ കഴിച്ചിട്ട് അവരെല്ലാവരും ഇവിടുന്ന് മടങ്ങും. വണ്ടി 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 എനിക്കൊരു ബാഗ്. ഒരു ഉത്സവം കഴിഞ്ഞാൽ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരൊക്കെ വടകര ഭാഗത്തു നിന്നുള്ള ടീമാണ്. ഈ ഉത്സവത്തിന് കൂടുതലും ഈ നാട്ടുകാരല്ല, പുറത്തുനിന്നുള്ള വടകരയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. തലശ്ശേരി ഭാഗത്തുനിന്നും നിറയെ ആൾക്കാർ വരാറുണ്ട്. മേടത്തറ ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ കുണ്ടുങ്കരയൂട്ടാണ്
അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കുണ്ടുംകരയൂട്ട് നടത്തുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. അവർക്കേ ഇതിന് അർഹതയുള്ളൂ. കുണ്ടുംകരയൂട്ട് ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തൻ്റെ കൂടെയുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു എന്ന സങ്കല്പത്തിലുള്ള ചടങ്ങാണിത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ പാളയിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ചോറും കഞ്ഞിയും കറിയും പായസവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവർ വന്നിട്ടുള്ളവരൊക്കെ ഇലയിൽ അവരുടെ പ്രസാദം വാങ്ങിച്ച് കഴിക്കുന്നത് കണ്ടു. ഇവിടെ തയ്യാറാക്കുന്ന ഓരോ സാധനങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഇതുപോലത്തെ ആചാരങ്ങളും ഈ രീതിയിൽ തയ്യാറാക്കുന്ന പ്രസാദവും എവിടെയുമില്ല. അതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും വേറിട്ട് നിൽക്കുന്നത് ഒരു പ്രധാന കാരണം. ചോറാടെയാണോ ഇത് കഞ്ഞി ഞാനും കുറച്ച് പായസം വാങ്ങിച്ചു. ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിരുസന്നിധികളിൽ ഒട്ടനവധി നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നിങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ. ഊട്ടുപുര ഇല്ലാത്തതിനാൽ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ടുള്ളത്. സംഭാവനകളിൽ രശീത് സ്വീകരിക്കുക. ശ്രീ മുണ്ടയാമ്പറമ്പിലമ്മയുടെ മഹാന ഇന്ന് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇവിടെയാണ് തെയ്യം കെട്ടിയാടുന്ന സ്ഥലം. ഇന്നലെ കെട്ടിയാടിയ വലിയ തമ്പുരാട്ടിയുടെ മുടിയാണിത്. ചുറ്റമ്പലത്തിൽ മൊത്തം വലിയ തിരക്കാണ്. പിന്നെ സൂചി കുത്താൻ പോലുള്ള ഇടമില്ല. അതിലൂടെ നമ്മൾ തൊഴുത് തന്നെ മറ്റുള്ളവരുടെ തള്ളുകൊണ്ട് അങ്ങ് എത്തിയെന്ന് മാത്രം. നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും ജനക്കൂട്ട. വീഡിയോ പിടിക്കാൻ പോലും പറ്റുന്നില്ല. ചെറിയ തമ്പുരാട്ടി കുറുവെടുക്കാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. അതാണ് ജനങ്ങളൊക്കെ ഇത്രയും തിരക്കിൽ. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. അങ്ങനെ മേടത്തിര ഉത്സവം സമാപിച്ചു. നമ്മളൊരു ഐസെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാന്ന്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തേലും
എൻ്റെ അടുത്ത് അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.